പറയാൻ റിയാസ് ആരുമല്ല എന്ന് റിയാസ് മനസ്സിലാക്കുക. ആരാണ് ഈ റിയാസ്? ഹൂ ദ ഫിഷ് ഈസ് റിയാസ്? അതിൽ ശ്രീകുമാറിനെ എന്തുകൊണ്ടാണ് എനിക്ക് ഇഷ്ടമായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈയാടെ മോനെ. അപ്പോൾ എന്താണ്, ബിഗ് ബോസ് നല്ല കത്തി കയറിയിരിക്കുകയാണ്. അപ്പോൾ യൂഷ്വലി ഞാൻ വീക്കെൻഡ് എപ്പിസോഡ്സ് ആകുമ്പോഴാണ് ഞാനും എൻ്റെ ഒരു റിവ്യൂ ആയിട്ട് വരാറുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്രാവശ്യവും വീണ്ടും ബിഗ് ബോസിൻ്റെ റിവ്യൂ ആയിട്ട് വരികയാണ്. ബട്ട് ഐ ജസ്റ്റ് വോണ്ട് ടു സേ, നമ്മുടെ വീഡിയോസ് കാണുന്ന ഒരുപാട് പേര് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. കയറി വന്നുകൊണ്ടിരിക്കുന്നതാണ്. സോ സഹായിക്കണം, സപ്പോർട്ട് ചെയ്യണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. സോ ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. അറിയാലോ, പ്ലീസ്. അപ്പോൾ വെൽക്കം ടു മൈ ചാനൽ ആൻഡപ്പൻ ടോക്കീസ്. വെൽക്കം ബാക്ക് ടു ആൻഡപ്പൻ ടോക്കീസ്. അപ്പോൾ എല്ലാവർക്കും അടിപൊളിയായിട്ട് വിഷു ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു. കാരണം ഓൾമോസ്റ്റ് ഞാനിപ്പോൾ ഇതിടുമ്പോൾ പോസ്റ്റ് ആകുമ്പോൾ വൈകുന്നേരം ആവും. അപ്പോൾ എനിക്ക് തോന്നുന്നു വിഷു ആഘോഷങ്ങളൊക്കെ അതിൻ്റെ അവസാനത്തിലേക്ക് എത്തിയിരിക്കും. എന്തായാലും ബിഗ് ബോസിൽ വിഷു ആഘോഷങ്ങൾ നടക്കുന്ന സമയത്തായിരിക്കും എൻ്റെ വീഡിയോ പോസ്റ്റ് ആവുന്നുണ്ടാവുക. എനിവേസ്, എല്ലാവർക്കും നല്ലൊരു വിഷു ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് കുഴപ്പമില്ലായിരുന്നു, അടിപൊളിയാണ്. ഈ പനി ഒഴിച്ച് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ വിഷയങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ എന്തായാലും ഈ വീക്കിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാനും ഷിയോണും കൂടെ ഉണ്ടായിരുന്ന കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞൊരു പോയിന്റ് തന്നെ ഞാൻ എടുത്ത് ഫോക്കസ് ചെയ്ത് പറയുകയാണ്. കാരണം എന്തായിരുന്നു ബിഗ് ബോസ് സീസൺ 6 നമുക്ക് ഇഷ്ടപ്പെടാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ലായിരുന്നു എന്നാണ് ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞിരുന്നത്. പക്ഷേ എനിക്കിപ്പോൾ മാറി. വൈൽഡ് കാർഡുകൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുറച്ച് രസമുണ്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ കാണാൻ. കാരണം പുറത്തുനിന്ന് ഒരാൾ കയറി കഴിയുമ്പോൾ, ഇവരെ കണ്ടു കഴിഞ്ഞ് കയറി കഴിയുമ്പോൾ ഉണ്ടാവുന്ന കുറച്ച് വ്യത്യാസങ്ങൾ ആക്ച്വലി നല്ല ഒന്ന് തീയാക്കിയിട്ടുണ്ടെന്ന് പറയില്ലേ, നമ്മൾ ഒന്ന് കത്തിച്ചിട്ടുണ്ട്. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ കാണാനൊരു രസമൊക്കെ ഉണ്ട്. എല്ലാ വൈൽഡ് കാർഡുകളും കൊള്ളാം. എനിക്ക് അങ്ങനെ ഒരാളും മോശം എന്ന് എനിക്ക് തോന്നിയില്ല. ആകെ നന്ദന മാത്രം കുറച്ച് ഓവറാണ്. പക്ഷേ അത് പൊതുവെ ഓരോരുത്തരുടെ നേച്ചർ ഉണ്ടല്ലോ, അതത്ര തന്നെ ഉള്ളൂ എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ആർക്കും ഈ പറയുന്ന പോലെ 7 ദിവസം കൊണ്ട് വലിയ വണ്ടേഴ്സ് കാണിക്കാൻ പറ്റില്ല. പക്ഷേ DJ സിബിൻ വണ്ടേഴ്സ് കാണിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷെ പറയാൻ പറ്റില്ല, ചിലപ്പോൾ മാറിപ്പോവാം. ചില പടക്കങ്ങൾ അങ്ങനെയാണല്ലോ, ആദ്യം നല്ല രീതിയിൽ ഇങ്ങനെ കത്തി അടിപൊളിയായിട്ടൊക്കെ നിൽക്കും, അതിൻ്റെ ഇടയിൽ ചില നനഞ്ഞു പോയ സിറ്റുവേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പോയി പോവും. പക്ഷേ ഇതുവരെയൊക്കെ ഉള്ളത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അഭിഷേക്, ശ്രീകുമാർ ആണെന്നുണ്ടെങ്കിലും ഈ പറയുന്ന പോലെ DJ സിബിനാണ് ഏറ്റവും പൊളി. സിബിൻ ഒരു രക്ഷയില്ല, അടിപൊളിയായിട്ടാണ് കൊണ്ടുപോകുന്നത്. കണ്ടൻസ് കൊണ്ടുപോകുക മാത്രമല്ല, ഈ നമ്മൾ പറയില്ലേ, ശരിക്കും വേണ്ടത് മറ്റുള്ളവരെ ട്രിഗർ ചെയ്യുക, എന്നാൽ നമ്മളവരെ ട്രിഗർ ചെയ്യുകയാണെന്ന് മനസ്സിലാവാതെ തന്നെ ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുക എന്നുള്ളത്, അതൊക്കെ മച്ചാൻ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായ ആ കാര്യങ്ങളെല്ലാം. ആൻഡ് ഞാൻ പറഞ്ഞ ശ്രീകുമാറിനെ എന്തുകൊണ്ടാണ് എനിക്ക് ഇഷ്ടമായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വന്ന് കയറിയപ്പോൾ തന്നെ ബിഗ് ബോസ് കാണുന്നതോ അല്ലെങ്കിൽ ബിഗ് ബോസിന് മുമ്പ് ഉണ്ടായിരുന്ന കണ്ടസ്റ്റൻസോ ഇപ്പോൾ ഉള്ള കണ്ടസ്റ്റൻസിനോ ഒരിക്കലും ഡൈജസ്റ്റ് ആവാത്തൊരു സ്റ്റേറ്റ്മെൻറ്റ്സാണ് അവിടെ പറഞ്ഞത്. പല കാര്യങ്ങളും ഇപ്പോൾ അതിൽ വന്ന് കയറിയപ്പോൾ തന്നെ അഭിഷേക് ജയകുമാറാണോ പുള്ളിയോട് പറഞ്ഞ കാര്യത്തിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം അങ്ങനത്തെ വാക്കുകളൊക്കെ നമ്മൾ ഈ സമൂഹത്തിൽ നിന്നെടുത്ത് മാറ്റേണ്ടതായിട്ടുള്ള കാലം കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും പലരും ഉപയോഗിക്കുന്നുണ്ട്. മാറേണ്ടതാണ് ആ വിഷയമൊക്കെ. അതൊക്കെ തെറ്റായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പുള്ളി എന്തുകൊണ്ട് അഭിഷേകിനെ ടാർഗറ്റ് ചെയ്തു എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ഈ പറയുന്ന പോലെ ബാക്കിയുള്ളവരൊക്കെ ഞാൻ പറയുന്നത് കണ്ടു, അഭിഷേകിന് ഈ പറയുന്ന പോലെ യെല്ലോ കാർഡ് കിട്ടി, അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷേ അഭിഷേക് എന്തായിരുന്നു ഉദ്ദേശിച്ചത്, അതായത് അഭിഷേക് ശ്രീകുമാർ എന്തായിരുന്നു ഉദ്ദേശിച്ചത്, അത് പുറത്ത് നടന്നു എന്നുള്ളതാണ്. പക്ഷെ അതിനിടയിൽ എനിക്ക് ശരിക്കും തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരാണ് ഈ റിയാസ്? ഹൂ ദ ഫിഷ് ഈസ് റിയാസ്? അതിനാണ് ഞാൻ വെച്ച് തുടങ്ങിയത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റിയാസ് ആണോ ബിഗ് ബോസിൽ ഓരോരുത്തർ പോകുന്നവരുടെ ഈ പറയുന്ന പോലെ തന്നെ ക്വാളിഫിക്കേഷനും ക്വാളിറ്റിയും അവരുടെ ബാക്കി കാര്യങ്ങളുമൊക്കെ എന്താ പറയുക ജഡ്ജ് ചെയ്യുന്ന ആൾ? എനിക്കറിയില്ല. അല്ലെങ്കിൽ പിന്നെ റിയാസിനെ ഏഷ്യാനെറ്റും ഈ അനിമൽസൈനും എല്ലാവരും കൂടെ എടുത്ത് അവിടെ ഇരുത്തട്ടെ, അപ്പോൾ ചെയ്യാം. അതുവരേക്കും റിയാസ് അടങ്ങിയിരി. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റിയാസ് പറയുന്നതിൻ്റെ ഞാൻ കുറച്ച് വിഷ്വൽസ് കണ്ടു. പുള്ളിയുടെ പോഡ്കാസ്റ്റൊക്കെ ഞാൻ ഫോളോ ചെയ്യുന്ന ആളാണ്. പുള്ളിയെ എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ലെന്നുണ്ടെങ്കിലും പുള്ളിയുടെ ഐഡിയാസും കാര്യങ്ങളൊക്കെ കേൾക്കുന്ന ഒരാളാണ്. അതിൽ ശരികളുണ്ടെങ്കിൽ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ആളാണ്. പക്ഷേ എനിക്ക് റിയാസ് പറഞ്ഞതിനോട് 1% പോലും യോജിക്കാൻ പറ്റുന്നില്ല. കാരണം എൻ്റെ ഐഡിയോളജി ഒരു ഇച്ചിരി വ്യത്യാസമാണ്. ശരി തെറ്റുകൾ എല്ലാവരിലും ഉണ്ട്.
അത് മാറണം എന്നുണ്ടെങ്കിൽ സംസാരിക്കണം. കാരണം ഞങ്ങൾ സോഷ്യൽ വർക്ക് പഠിച്ചപ്പോഴാണെങ്കിലും ബാക്കി കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഈ സൈക്കോളജി പോലും നമുക്കറിയാം, ഇപ്പോൾ തെറാപ്പിയിലൂടെ മാത്രമേ നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ. ഈ തെറാപ്പി എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരുന്ന് മിണ്ടാതിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറുന്നതല്ല, നമ്മൾ സംസാരിച്ചാലേ ഈ കാര്യങ്ങൾ മാറുള്ളൂ. ഈ സംസാരത്തിന് വലിയൊരു പവറുണ്ട്. അപ്പോൾ ശരിയാണെങ്കിലും തെറ്റാണെന്നുണ്ടെങ്കിലും ഈ രണ്ട് അഭിപ്രായമുള്ള ആൾക്കാർ സംസാരിക്കുമ്പോഴാണ് അതിലെ ശരി തെറ്റുകൾ നമുക്ക് പോലും മനസ്സിലാവുള്ളൂ കാണണമെങ്കിൽ അല്ലേ. അപ്പോൾ അതിനു മുമ്പ് തന്നെ ശ്രീകുമാറിനെതിരെ പറയാൻ റിയാസ് ആരുമല്ല എന്ന് റിയാസ് മനസ്സിലാക്കുക. ഇത് പറയുമ്പോൾ എൻ്റെ പോയിന്റിനോട് യോജിക്കാത്ത ഒരുപാട് പേരുണ്ടാവും നമ്മുടെ വീഡിയോസ് കാണുന്നതിൽ. അതിൽ ഒന്നാമത്തെ കാര്യം, എനിക്ക് റിയാസ് എന്ന് പറയുന്ന കണ്ടസ്റ്റൻറ്റ് ബിഗ് ബോസിൽ വന്നപ്പോഴാണെന്നുണ്ടെങ്കിലും ഭയങ്കര എഡ്യൂക്കേറ്റ് ചെയ്തു എന്നൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്കത് തോന്നിയിട്ടില്ല. റോബിനെ പുറത്താക്കി എന്ന് പറയുന്നൊരു അച്ചീവ്മെൻ്റ് അല്ലാതെ റിയാസിന് ബിഗ് ബോസിൽ വലിയ കാര്യമായിട്ടൊരു ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം പലരും പറയുന്നുണ്ട് ആ ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ LGBTQ കമ്മ്യൂണിറ്റിയെ പറ്റിയും അവരുടെ ബാക്കി കാര്യങ്ങളെയൊക്കെ പറ്റി ഒരുപാട് എഡ്യൂക്കേറ്റ് ചെയ്തു. എനിക്കത് ഒട്ടും തോന്നല്ല. അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ആൾക്കാരിലേക്ക് എന്തൊക്കെയോ പറഞ്ഞെത്തിക്കാൻ ശ്രമിച്ചു എന്ന് പോലും എനിക്ക് തോന്നിയിട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് അതൊന്നും ആയിരുന്നില്ല. പുള്ളിക്കൊരു ഫെയിം ഉണ്ടാക്കാൻ തന്നെയാണ് പുള്ളി ബിഗ് ബോസിൽ പോയത്. അതിപ്പോൾ പുള്ളി ഉണ്ടാക്കിയിട്ടുമുണ്ട്. ആൻഡ് ഞാൻ നേരത്തെ ചോദിച്ച അതേ പോയിൻ്റാണ്, ആരാണ് ഈ റിയാസ്? ഞാൻ കണ്ടിട്ടുണ്ട് റിയാസ് ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് തന്നെ, റിയാസ് സലീം എന്ന് പറയുന്ന ആൾ ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് തന്നെ ഈ പറയുന്ന പോലെ തന്നെ റിയാസിൻ്റെ ഐഡിയോളജിക്ക് എഗൻസ്റ്റ് ആയിട്ട് വരുന്ന ആൾക്കാരെ മലവാണെന്നും അല്ലെങ്കിൽ പലതരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് സംസാരിച്ചിരുന്ന ഒരാൾ തന്നെയാണ് ഈ റിയാസ്. അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുറച്ച് നീറ്റായെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഇംഗ്ലീഷ് വാക്കുകൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ അത് നീറ്റായൊന്നുമില്ല. പുള്ളി പറയണതൊക്കെ അപ്പോഴും ഈ പറയണ പോലെ തന്നെ ഇൻസൾട്ടിങ് ആയിട്ടും ആക്കിയും കൊണ്ടുള്ള വാക്കുകൾ തന്നെയാണ് ഇപ്പോഴും. ഇപ്പോൾ പുള്ളി പോഡ്കാസ്റ്റിൽ പോകുമ്പോൾ സംസാരിക്കുമ്പോഴാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ്. പുള്ളിക്ക് ഒരു തരത്തിലുള്ള റെസ്പെക്റ്റ് ഈ പറയുന്ന ആൾക്കാരോടില്ല. വേണ്ട, റിയാസിന് റെസ്പെക്റ്റ് ചെയ്യാൻ തോന്നുന്നില്ലെങ്കിൽ റെസ്പെക്റ്റ് ചെയ്യണ്ട. പക്ഷേ അവരാരും ഈ ലോകത്ത് ഉണ്ടാവേണ്ട ആൾക്കാരല്ല, അവർക്കാർക്കും ഈ ഗെയിമിൽ കയറാനുള്ള അവകാശമില്ല എന്നൊന്നും പറയാനുള്ള 1% റൈറ്റ്സ് പോലും റിയാസിനില്ല. ബിഗ് ബോസിനും ഏഷ്യാനെറ്റിനും അത് തോന്നിയിട്ടുണ്ടെങ്കിൽ അതത്രേ ഉള്ളൂ. അതിലിപ്പോൾ നിങ്ങളൊക്കെ കുറച്ച് പേര് വന്ന് നിന്ന് പറഞ്ഞതുകൊണ്ട് യെസ് ഒരു യെല്ലോ കാർഡൊക്കെ കൊടുത്തു എന്നല്ലാതെ ഈ അഭിഷേക് ശ്രീകുമാറിൻ്റെ കണ്ണിൽ ജിൻഡോ പറഞ്ഞതുപോലെ 1% പോലും പേടി ഉണ്ടായെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പുള്ളി വന്നു, പുള്ളി ഈ പറയുന്ന പോലെ അബിക്കിട്ട് കൊടുക്കാനുള്ളത് കൊടുത്തു, ഇപ്പം നൈസായിട്ട് ഇരിക്കുന്നുണ്ട്. പുള്ളിയുടെ ഒരു ലക്ഷ്യം പുള്ളി പൂർത്തീകരിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൽ ഞാൻ റിയാസിനോട് പറയാൻ ഇപ്പോഴും ഉദ്ദേശിക്കുന്ന ഒരേ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത്, ഇതിലൂടെ പറയാൻ ഉദ്ദേശിച്ച ഒരൊറ്റ പോയിൻ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മളൊരു മതവിശ്വാസിയാണ്, ഒരു എക്സാമ്പിളാണ് കേട്ടോ, ഒരു മതവിശ്വാസിയാണ്. നമ്മുടെ വിശ്വാസം ശരിയാണ്, മറ്റു വിശ്വാസങ്ങളും ശരിയാണെന്നുള്ള ബോധ്യം നമുക്കുണ്ട്. അല്ലെങ്കിൽ ഒരു മതത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് സ്വാഭാവികമായിട്ടുണ്ടാകുന്നൊരു തോട്ടാണ് മറ്റു മതങ്ങളുടെ വിശ്വാസം തെറ്റാണെന്നുള്ളത്. എന്ന് പറഞ്ഞ് മറ്റ് മതം വിശ്വസിക്കുന്നവരോട് നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ലല്ലോ, എടേ നീ ചെയ്യുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ തെണ്ടിത്തരമാണ്, ചെറ്റത്തരമാണ്, അല്ലെങ്കിൽ ഇന്ന സാധനമാണ്, അങ്ങനെ സാധനമാണ്, നീ ഒരിക്കലും അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞ് മാറ്റാൻ നമുക്ക് പറയാം. പക്ഷെ നീ അങ്ങനെ ചെയ്യരുത്, നീ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് മാത്രം ഈ ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ടവൻ നീയാണെന്ന് പറയാനുള്ള അവകാശം, അല്ലെങ്കിൽ ചുമ്മാ വേണേൽ വായ്ത്താളം അടിക്കാം, അല്ലാതെ നമുക്ക് മാറ്റാനൊന്നും പറ്റില്ല. നമുക്ക് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെ വിശ്വാസങ്ങളും വലുതാണ്. അതുപോലെ ഇത് യെസ് കാലത്തിനനുസരിച്ചുള്ള മാറ്റമാണ്. എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശം ഈ നാട്ടിലുണ്ട്. ഈ നാട്ടിൽ മാത്രമല്ല എല്ലാ നാട്ടിലുണ്ട്. ഇപ്പോൾ ഈ റിയാസൊക്കെ പറയുന്ന പോലെ ഇപ്പോൾ ഈ LGBTQനൊക്കെ ഏറ്റവും കൂടുതൽ പ്രിവിലേജ് കൊടുക്കപ്പെടുന്ന രാജ്യങ്ങളിൽ പോലും ഇതിന് എഗൻസ്റ്റ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി അവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് ഈ സൊസൈറ്റി എല്ലാം നമുക്ക് അങ്ങോട്ട് എന്താ പറയുക, ഒരു ബോംബിട്ട് അങ്ങോട്ട് കൊന്നു കളയാനൊന്നും പറ്റുന്നില്ല. ഇത് നമുക്ക് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സംസാരിച്ചും മനസ്സിലാക്കിയും പറഞ്ഞും ഒക്കെ തന്നെ തിരുത്താൻ പറ്റുള്ളൂ. ഒരുമാതിരി ബൂർഷോളെ പോലെ ഇല്ല അവരെ പുറത്താക്കണം, ഇല്ല അവരെ കൊല്ലണം, ഇല്ലേ അവരെ ഇവിടെ കയറ്റാൻ പാടില്ല, അതൊന്നും പറയാൻ നമ്മളാരുമല്ല എന്നുള്ള ബോധ്യം ആദ്യം മനസ്സിലാക്കുക. ഇതൊക്കെ ഇല്ലാത്തതിൻ്റെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോഴും ആർഗ്യൂ ചെയ്ത് പോകേണ്ടതായിട്ട് വരുന്നത്. നല്ല രീതിയിലുള്ള കോൺവെർസേഷൻസ് വരുമ്പോൾ, നല്ല രീതിയിൽ എല്ലാത്തിനെയും ആദ്യമേ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുമ്പോൾ മറ്റുള്ളവരും യെസ് നല്ലതാണെന്നുണ്ടെങ്കിൽ അതിനെ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളൊരു ബോധ്യം ഉണ്ടാവണമെന്ന് മാത്രമേ എനിക്കുള്ളൂ. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഈ വീക്കിലെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ എപ്പിസോഡ്, ഞാനിപ്പോൾ ഇന്നലത്തെ വീക്കെൻഡ് എപ്പിസോഡ് കണ്ടു. അതിൽ ലാലേട്ടൻ നല്ല രീതിയിൽ എല്ലാവർക്കും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എസ്പെഷ്യലി സായി എല്ലാവരും പറഞ്ഞു ഒരുപാട് പ്രതീക്ഷയുള്ളൊരു പ്ലെയറായിരുന്നു. പക്ഷേ ഞാൻ പറയട്ടെ, 1% പോലും എനിക്ക് പ്രതീക്ഷയില്ലാതിരുന്നൊരു പ്ലെയറാണ് സായി. അത് സായി കാത്തു സൂക്ഷിച്ചു. താങ്ക് യു സോ മച്ച്. കാരണം ഞാൻ ചിപ്പിയോട് ഷിയോണിനോട് പറഞ്ഞപ്പോഴാണെങ്കിൽ ഞാൻ പറഞ്ഞു, നോക്കിക്കോ ജാസ്മിന് വേണ്ടി കളിക്കാനായിരിക്കും സായി പോകുന്നത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിലൊരു 100% ശരിയാക്കിയതുപോലെയാണ്. സായി പറയേണ്ടത് എൻ്റെ ഗെയിമായിരുന്നു, എൻ്റെ മൈൻഡായിരുന്നു, ഒന്നുമല്ല.
ചെന്ന് കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അറിയാതെ ജാസ്മിൻ ചോദിച്ചപ്പോൾ ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിൽ, പുറത്തുള്ള ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിൽ അറിയാതെ മച്ചാൻ പറഞ്ഞു പോയതാണ്. ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്നവരാണ്, വലിയ രീതിയിലുള്ള ബന്ധങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും സ്വാഭാവികമായിട്ടും അവർക്കറിയാം. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ചെറിയൊരു സോഫ്റ്റ് കോർണറിൽ മച്ചാൻ അറിയാതെ പറഞ്ഞു പോയതാണ്, അത്ര ഉണ്ടായുള്ളൂ. പിന്നെ ഡോക്ടർ റോബിൻ പുള്ളിക്കാരനെ കുറിച്ച് പറയുന്നുണ്ട്, അതായത് ഈ കാറിലിരുന്ന് പറയണ പോലെ അല്ല ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കുമ്പോഴുള്ളത്. അതൊരു സത്യം തന്നെയാണ്. ഇപ്പോൾ നമുക്ക് റിവ്യൂ ചെയ്യുന്നത് പോലെ അല്ല ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോൾ, നല്ല പാടായിരിക്കും, പണിപ്പാളിലും. എന്നാലും പിന്നെ ഞാൻ പറഞ്ഞ പോലെ നന്ദനയ്ക്ക് ഇനി കുറച്ചും കൂടെ സമയം വേണം തോന്നുന്നു. പക്ഷേ നന്ദന അധികം സർവൈവ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മൊത്തത്തിൽ പുറത്തുനിന്നാണെങ്കിലും ഭയങ്കര നെഗറ്റീവ് പുള്ളിക്കാരിക്ക് കിട്ടുന്നുണ്ട്, കുറച്ച് ഓവറാണെന്നുള്ളൊരു സാധനം കിട്ടുന്നുണ്ട്. അഭിഷേക് ജെ ആണെങ്കിലും നല്ല പ്ലെയറാണ്, പുള്ളിക്ക് കുറച്ച് കണ്ടൻറ്റുകളൊക്കെ ഉണ്ട്. പക്ഷെ അത് പുള്ളി കൊണ്ടുവരണം. പുള്ളി പലയിടത്തും കുറച്ച് ഫേക്ക് അടിക്കണ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ബാക്കി എല്ലാവരും കുഴപ്പമില്ല. എൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷ സിബിനിലാണ്. സിബിൻ പൊളിച്ചടുക്കും എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ജാസ്മിനിട്ടൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട്. ഇന്നലത്തേലൊക്കെ പുള്ളി ഇങ്ങനെ ഒരു മുഖം കാണിച്ച് നിൽക്കുന്ന സീനൊക്കെ കാണിച്ച് കഴിഞ്ഞപ്പം പുള്ളി നല്ല ടാലൻറ്റഡ് ആണ്, ഒരു ബിഗ് ബോസ് മെറ്റീരിയലാണ് പുള്ളി. പൊളിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നോക്കാം അല്ലേ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ കഴിഞ്ഞ ഒരാഴ്ചയിൽ ഏറ്റവും ബെസ്റ്റ് കണ്ടസ്റ്റൻ്റായിട്ട് തോന്നിയത് ആരാണെന്ന് പറയാം. എനിക്ക് തോന്നിയത് ജിൻഡോ കൊള്ളാം കേട്ടോ. ജിൻഡോ ഇപ്പം ഞാനൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നത് ഈ വൈൽഡ് കാർഡുകൾ വന്നു കഴിയുമ്പോൾ ജിൻഡോ അങ്ങ് ഡൗൺ ആയി പോകുന്നു. പക്ഷേ ജിൻഡോടേതായിട്ടുള്ള സ്പേസ് എല്ലായിടത്തും ഇട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജിൻഡോയ്ക്ക് ഞാനൊരു ടോപ്പ് 5 ജിൻഡോയെ കാണുന്നുണ്ട്. എന്തായാലും ഈ ആഴ്ചയിൽ ഞാൻ ഒരു ബെസ്റ്റ് പ്ലെയറായിട്ട് എടുക്കുന്നത് സിബിനെയാണ്. പൊളിക്കുമെന്ന് വിചാരിക്കണം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ വിഷുവിൻ്റെ ആശംസകൾ തന്നുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പം മറക്കരുത്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഇത്ര നേരം കണ്ടതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് പ്ലീസ്. അപ്പോൾ താങ്ക് യു ആൻഡ് ചിൽ കുപ്പിച്ചിൽ.